ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ S24 അൾട്രേൻ്റെ. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാൻ ആക്ച്വലി സാധനം എടുത്തത് നമ്മുടെ നമ്മുടെ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലായിരുന്നു. നമുക്ക് 70 രൂപയ്ക്കാണ് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ആമസോണിൽ അവൈലബിൾ ആണ്. 84,500 റുപ്പീസിനാണ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ആ പ്രൈസിന് എടുക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ നിങ്ങൾ S25 അൾട്രയിലേക്ക് പോകണമെന്ന് വെച്ചാൽ കുറേ പേര് ഈ പ്രത്യേകിച്ച് ഈ അൾട്ര സീരീസ് നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് യൂസേഴ്സ് ആണെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് മെയിൻലി ഞാനും S24 അൾട്ര, ഇതിനു മുമ്പ് ഞാൻ S23 അൾട്ര ആയിരുന്നു. അതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ആ ഗ്രീൻ ലൈൻ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ വിവോ X200 പ്രോയിലേക്ക് മാറിയത്. എൻ്റെ പ്രൈമറി ഫോണുകളെ കുറിച്ചാണ് പറഞ്ഞത്. സെക്കൻഡറി ഫോണുകൾ എൻ്റെ ഇപ്പോൾ സെക്കൻഡറി ഫോൺ ഞാൻ ഉപയോഗിക്കുന്നത് Pixel 10 ആണ് കേട്ടോ. വിവോ X200 പ്രോ ഞാൻ സെൽ ചെയ്തു, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ X300 പ്രോ ഇറങ്ങുമ്പോൾ വാങ്ങിക്കാനുള്ള ഒരു പ്ലാനിലാണ് അത് സെൽ ഔട്ട് ചെയ്തത്. അത് ഓൾമോസ്റ്റ് ഒരു 7 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒറിജിനൽ വോയിസ് വന്നതിന് ശേഷമാണ് നമ്മളത് വിറ്റിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒറിജിനൽ വോയിസ് ലുക്ക് വൈസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിൽ ചെറുതായിട്ട് ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റേബിൾ വേർഷൻ അല്ലായിരുന്നു, ട്രയൽ വേർഷൻ ആയിരുന്നു. ട്രയൽ വേർഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സ്റ്റേബിൾ തന്നെയാണ് കേട്ടോ. പക്ഷെ എന്നാലും അതിൽ ചെറുതായിട്ടൊരു ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്തായാലും ഫിക്സ് ആവും. എന്തായാലും X300 പ്രോയിൽ ഇറങ്ങുമ്പോൾ എന്തായാലും അത് ഫിക്സ് ആവും. അപ്പോൾ നമ്മളിന്ന് പറയാൻ വന്നത് നമ്മുടെ ഈ ഇതിൽ നിങ്ങൾക്കിപ്പോൾ ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഞാനിതിൻ്റെ ഹോൾ പേജ് ആണെങ്കിൽ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. കണ്ടു, ഇതെൻ്റെ നമ്മുടെ ടൈറ്റാനിയം, എന്താ പറയുക പേര്, ടൈറ്റാനിയം കളറ്, ടൈറ്റാനിയം ഗ്രേ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇത് എല്ലാ മോഡലിലും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ടൈറ്റാനിയം ബ്ലാക്കും ഉണ്ട്, ടൈറ്റാനിയം വയലറ്റും ഉണ്ട്. ഞാൻ ആക്ച്വലി ടൈറ്റാനിയം വയലറ്റ് എടുക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു. പക്ഷേ ആ സാധനം ഭയങ്കര ലേറ്റ് ഡെലിവറി ആയിരുന്നു. ഇത് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 1 വീക്ക് കഴിഞ്ഞിട്ടാണ് കിട്ടിയിരുന്നത്. അപ്പോൾ 70,000 രൂപയ്ക്ക് ഇത് വൻ ലാഭമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഓവറോൾ ഇഷ്ടം എന്ന് വെച്ചാൽ ഒന്നാമത് ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് S24 സീരീസുകൾക്കും S25 സീരീസുകൾക്കും നമുക്ക് ഇതുവരെയായിട്ട് ഗ്രീൻ ലൈൻ ഇഷ്യൂ റിപ്പോർട്ട് ആയിട്ടില്ല, ഗ്ലോബലി റിപ്പോർട്ട് ആയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ പരിപാടി ഇപ്പോൾ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇതുവരെയായിട്ട് അത് കൊണ്ട് ഇനി കഴിഞ്ഞു തോന്നുന്നു. S26 അൾട്ര നിങ്ങൾ ഇറങ്ങുന്നത് ന്യൂസ് കേട്ടിട്ടുണ്ടായിരിക്കും. ഓൾമോസ്റ്റ് സിമിലർ പോലെയൊക്കെയാണ് ഇറങ്ങാൻ പോകുന്നത്. അതും കുറേയൊക്കെ ഡൗൺഗ്രേഡ് ഉണ്ടെന്നും പറയുന്നുണ്ട്. ഇന്ത്യയിൽ ആക്ച്വലി എക്സിനോസിന്റെ ചിപ്പാണ് വരാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറേ ലീക്സ് വന്നിട്ടുണ്ടായിരുന്നു. S24ലും അൾട്രയിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും എക്സിനോസ് വരുന്നത്. അൾട്രയിൽ എന്താ പറയുക, സ്നാപ്ഡ്രാഗൺ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് ഒന്നും കൺഫേം ഒന്നും ആയിട്ടില്ല. ഇതുവരെയായിട്ട് ഒഫീഷ്യൽ ലീക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ വലിയ ഡിഫറൻസ് ലുക്ക് വൈസിലും വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല. ഇവിടെ ഈ ഒരു നമ്മുടെ എന്താ പറയുക Fold 7 ഉണ്ടായിരുന്നല്ലോ ഈ 3 ക്യാമറയുടെ ഒരു, അത് നിങ്ങൾ കഴിച്ചിട്ട് അറിയ പോലും ഇല്ല. അപ്പോൾ അത് വേറെ കാര്യം. ലുക്കിലും വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ആക്ച്വലി നിങ്ങളൊരു അൾട്രാ ഡിവൈസ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോഴും ഈ സാധനം കണ്ണും പൂട്ടി എടുക്കാം കേട്ടോ. അതിൻ്റെ ക്യാമറ പെർഫോമൻസ് ആയിക്കോട്ടെ X200 പ്രോൻ്റെ അത്ര ഒന്നും ഇല്ല. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു പടി താഴെ നിൽക്കുന്നു വേണമെങ്കിൽ പറയാം, പ്രത്യേകിച്ച് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിൽ. അത് മാത്രമല്ല നമുക്ക് ഇതിൽ നമ്മുടെ സെൽഫി ക്യാമറയിൽ X200 പ്രോനായിട്ടും ഇതാണ് ബെറ്റർ കേട്ടോ. S24 അൾട്രയാണ് ബെറ്റർ. X200 പ്രോയിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അതിൻ്റെ മെയിൻ പ്രോബ്ലം സെൽഫി ക്യാമറ ആയിരുന്നു. ഒന്നത് ഓട്ടോ ഫോക്കസ് ഇല്ല, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇതിൽ അടിച്ചു കയറി നിൽക്കുന്നുണ്ട്. പിന്നെ വീഡിയോ വൈസ് ഓൾമോസ്റ്റ് സിമിലർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നമ്മുടെ ഐഫോണിലാവുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് വേറെ എന്താ പറയുക സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കൊന്നും വേണ്ട. ഇതിൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കണം, അല്ലെങ്കിൽ എക്സ്ട്രീം നല്ല ബോറ് ഇത് കിട്ടുക. ഞാൻ ആക്ച്വലി X200 പ്രോയിൽ നമ്മളൊരു ഹോട്ടലിൽ പോയപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ഭയങ്കര ബോറായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ വേണമെങ്കിൽ ഒരു റെഫറൻസിന് വേണമെങ്കിൽ അതിൻ്റെ ഈ എന്താ പറയുക ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത വീഡിയോ ക്വാളിറ്റിയാണ് അത് കിട്ടിയത്. എന്താ വെച്ചാൽ ഈ ആൻഡ്രോയിഡ് ഫോണുകൾക്ക് ഇതാണ് കുഴപ്പം. സ്റ്റെബിലൈസേഷനിലാണ് അവർ ആക്ച്വലി ഭയങ്കര ലോ ആയിട്ട് നിൽക്കുന്നത്. ഭയങ്കര കോമ്പറ്റീഷനിൽ ഐഫോൺ അടിച്ച് കയറി പോകുന്നത് ഈ സ്റ്റെബിലൈസേഷനിലാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്ത് ഇരിക്കുന്നത് നമ്മുടെ ഈ DJIൻ്റെ ക്യാമറയിലാണ്. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ DJIൻ്റെ ക്യാമറസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഞാൻ ഇപ്പോൾ പോക്കറ്റ് 3 ഇപ്പോൾ റീസെൻ്റ്ലി വിറ്റുള്ളൂ. ഇനിയിപ്പോൾ പോക്കറ്റ് 4 ഇറങ്ങാൻ പോകണമെന്നും പറയുന്നുണ്ട്. പോക്കറ്റ് 3യും ഇപ്പോൾ ഇത് DJI ആണ് കേട്ടോ. DJIൻ്റെ ആക്ഷൻ സീരീസാണ്, ആക്ഷൻ 4 ആണത്. 5 ഞാൻ എടുത്തില്ല എന്ന് വെച്ചാൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഇന്ത്യൻ മെമ്മറി കാര്യങ്ങളൊക്കെ നല്ലതുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ്, ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി തന്നെ നിങ്ങളിപ്പോൾ കണ്ടായിരിക്കും. ഇൻറ്റീരിയർ അടക്കം നല്ല ക്വാളിറ്റി തരുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ എവിടേക്കോ പറഞ്ഞു വേറെ എവിടേക്കോ ഡീവിയേറ്റ് ചെയ്ത് പോയി. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്നിക്കൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ് ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഞാൻ ഇപ്പോൾ ടെക്കെന്ത് ഒരു അൾട്രാ തിൻ കേസാണ്. റിസോണി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. നമ്മൾ ഓൾറെഡി ഞാൻ വേറെ ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മിക്ക എൻ്റെ ഫോണുകൾക്കൊക്കെ അതന്നെ ടെക്കുന്നത്. എനിക്ക് ഇതിലും ഇപ്പോൾ പിക്സലായാലും ഒരു അൾട്രാ നമ്മൾ കേസ് ഇട്ടണമെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു
ഡ്രോപ്പ് പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്, സ്ക്രാച്ച് പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. പിന്നെ യെല്ലോ കളർ ആവുന്നില്ല, ഇത് ഹാർഡ് കേസാണ്, അപ്പോൾ യെല്ലോ കളർ ആവുന്നില്ല. സ്ക്രാച്ച് ആവണമില്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് മാസങ്ങളായിട്ടുണ്ട്, അപ്പോൾ സ്ക്രാച്ചോ കാര്യമൊന്നും ആവണമില്ല കേട്ടോ. പിന്നെ ക്യാമറ പ്രൊട്ടക്ഷനും വരുന്നുണ്ട് കണ്ടു. ഇതിനായിക്കോട്ടെ അത്യാവശ്യം ഒരു ബമ്പ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാനേ ഉണ്ടാവില്ല, ഇതിൽ കേസ് ഇട്ടുണ്ടെന്ന് അറിയുന്ന പോലും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് S25 Ultra ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. S25 Ultra ആയിട്ട് ആ ഷേപ്പ് മാറി. എനിക്ക് ആക്ച്വലി ആ ഷേപ്പ് മാറിയത് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു A സീരീസ് ഫോൺ ഉപയോഗിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ S Penന്റെ ബ്ലൂടൂത്ത് ഫംഗ്ഷൻ എടുത്ത് കളഞ്ഞു, അങ്ങനെ കുറച്ച് ഡൗൺഗ്രേഡ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇപ്പോഴും S25 Ultra എടുക്കേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് 40,000 രൂപ കൂടുതലാണ് അതിനെക്കാട്ടും. സിമിലർ ഓൾമോസ്റ്റ് പെർഫോമൻസ് തന്നെ നമുക്ക് S24 Ultra കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു എൻ്റെ ഒപ്പീനിയനാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഒപ്പീനിയൻ ആയിട്ട് തന്നെ വാങ്ങിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് സാംസങ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം എപ്പോഴും വാങ്ങിക്കാം, ഒരു പ്രശ്നവുമില്ല. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം, പ്രത്യേകിച്ച് ഈ റേഞ്ചിൽ കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങളൊരു ബിസിനസ് പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് നോക്കുന്നുണ്ടെങ്കിൽ, എന്താ വെച്ചാൽ നമുക്ക് ഈ പെന്നൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ശരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഒരു എന്താ പറയുക യൂസേജ് വരുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ, അടുത്ത് കാണാം.